9:30, 10, 10:30, 11 ബസ്റ്റ് അളവ് ബ്രസ്റ്റിന്റെ പൊസിഷൻ വരുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നേരെ ചിലപ്പം വരച്ചാൽ ചിലർക്കത് ചെസ്റ്റും ബസ്റ്റും തമ്മിൽ ഒരു 2 ഇഞ്ചിൽ കൂടുതലുള്ളവർക്ക് ഷേപ്പ് കിട്ടത്തില്ല. ആരാണ്ട് ഒരാളെ കമൻറ്റും ചോദിച്ചിരുന്നു, ഞാൻ ചുരിദാർ തയ്ച്ചു കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റിൻ്റെ ഭാഗം പതിഞ്ഞിരിക്കും, അതിൻ്റെ മെയിൻ കാരണം ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവോ, ഇവിടും ഈ പോയിന്റും കൂടി ചേർക്കുമ്പോൾ നേർരേഖ വരയ്ക്കുന്നതിന് പകരം നമ്മൾ അരയല്ലേ 3/4 ഇഞ്ച് എടുക്കത്തുള്ളൂ. അപ്പം കഴുത്ത് പുറത്തോട്ട് അകന്നു പോകത്തില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ 1 ഇഞ്ച് കോളറും കൂടെ വരും, 1 അല്ലെങ്കിൽ 3/4 ഇഞ്ച് കോളറും വരും. അപ്പോൾ ഇത് ഇടുങ്ങിയിരിക്കും, അപ്പം നമുക്ക് ഇവിടെ പിടുത്തം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ ഷോൾഡർ എടുക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു റൗണ്ട് കോളർ നെക്ക് തയ്ക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ആദ്യം ഞാൻ 38 ചെസ്റ്റ് അളവിൽ കംപ്ലീറ്റ് കാണിക്കും. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് ആരും ചെസ്റ്റ് അളവ് പറഞ്ഞില്ല. ഒരാൾ 42ഉം ഒരാൾ 44ഉം പറഞ്ഞു. 44 ഒരു റയർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഇത് കാണിച്ചതിന് ശേഷം 44ഉം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ, മറക്കല്ലേ. അപ്പോൾ അത് ആവശ്യക്കാർ ഇത് കണ്ടോണം. അപ്പോൾ ആദ്യം 38 ഇതിനുള്ളത് ചെയ്യാൻ പോവാം. അപ്പോൾ ഇത് നൈറ്റി ബിറ്റ് അല്ല, ഇത് റണ്ണിങ് മെറ്റീരിയൽ ഞാൻ അളന്നെടുത്തതാണ്. അളന്നെടുത്ത് വെച്ചാൽ ഇത് 260 ഉണ്ട്. തുടക്കക്കാരെ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 22 44 ഇഞ്ച് വീതി തുണിയിലാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്, റൗണ്ട് കോളർ തയ്ക്കാൻ പോകുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്തു, ആകെയുള്ള തുണിയെ നീളത്തിൽ 2ആയിട്ട് മടക്കിയിട്ടു. ഇത് കാണാമല്ലോ നിങ്ങൾക്ക്, ആകെയുള്ള തുണിയെ നീളത്തിൽ മടക്കിയിട്ടു. ഇപ്പം തന്നെയല്ല, ഇത് ലൈൻ വരകളായതുകൊണ്ട് നമുക്കിങ്ങനെ തയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് കണ്ടോ, ഇതും 2 തുണി. അങ്ങനെ നമ്മൾ ഇത് മൊത്തം 4 പീസ് 4 ലെയറാണ് നമ്മുടെ ഈ തുണിയേക്കുന്നത്. നമുക്ക് ഇതിന് അന്ന് നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അടിഭാഗത്തുനിന്ന് നമുക്ക് കൈ എടുക്കാൻ പറ്റും. ഇതിൻ്റെ കൈ എടുക്കണമെങ്കിൽ എന്താ മാർഗം, ഈ വശത്തുനിന്ന് കൈ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാക്സിമം തുണി ലാഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ആർക്ക് വേണ്ടിയാണോ വെട്ടുന്നത് അവരുടെ ഹിപ്പ് അളവിനേക്കാൾ 2 or 3 ഇഞ്ച്, ഹിപ്പ് അളവിനേക്കാളല്ല, ഹിപ്പ് അളവിൻ്റെ 4/1 2 or 3 ഇഞ്ച് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ തുണി വിരിച്ചിടാം. അപ്പോൾ എനിക്കത് പറയുമ്പോൾ 41 41ഉം 2ഉം 43ന്റെ 4/1 എന്ന് പറഞ്ഞാൽ എത്ര, 10/4 കൂടെ ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടിക്കോ, 12/4 13 ഇഞ്ച്, മാക്സിമം 13 ഇഞ്ചിൽ ഞാൻ ഈ തുണി മടക്കിയിടുക. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി മടക്കിയിടേണ്ടത് കേട്ടോ. എന്താണ് നമ്മൾ വെട്ടാൻ പോകുന്നത് അത് ഓർത്ത് വെച്ചോണം. നമ്മൾ വെട്ടുന്നത് റൗണ്ട് കോളർ കുർത്തിയാണ്, ചുരിദാറാണ്. അപ്പം നമുക്ക് ആദ്യം എത്ര ഇറക്കം വേണം, 47ഉം 2ഉം 49 ഇഞ്ചാണ് ഞാൻ ഇറക്കം വിടുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട ഇറക്കം എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി നമുക്ക് അളവെടുത്ത് വെക്കാം. എനിക്കിപ്പോൾ ഇഷ്ടംപോലെ തുണിയുണ്ട്, അതുകൊണ്ട് ഞാൻ 49 അളന്നിട്ട് 49 ഇഞ്ച് നിങ്ങൾക്ക് കാണാതെ വന്നാലെന്ന് ഓർത്ത് ഞാൻ നീക്കിയിട്ടതാണേ. നമുക്കൊന്ന് വരച്ചെടുക്കാം. 49ൽ നമ്മൾ വരച്ചു. ഇവിടെ നിന്ന് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം ശ്രദ്ധിച്ചിരുന്നോണം. കാര്യം പറയാനുണ്ട്, 38 ചെസ്റ്റ് അളവാണ്. ഓരോ മെഷർമെൻറ്റും ഞാൻ പറയും, അതനുസരിച്ച് നിങ്ങൾ കേട്ടിരുന്നോണം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്ട്രെയിറ്റ് ആണ്, മടക്കിയിട്ടേക്കും തുണി ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ആണ്. വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പം നമ്മളിവിടെ നിന്ന് ആരംഭിക്കുന്നു. നെക്ക് വിഡ്ത്ത്, റൗണ്ട് കോളർ ചുരിദാറിന് നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരുപാട് വരാൻ പാടില്ല. 3 മുതൽ നമ്മൾ ചെയ്യാറുണ്ട്. 32, 34, 36 3 ഇഞ്ച് എടുത്താൽ മതി. 38, 40 വേണമെങ്കിൽ 3.25, 3.5 വരെ എടുക്കാം. റൗണ്ട് ഫ്ലാറ്റാണ്. അതെന്താണെന്ന് നിങ്ങൾ തയ്ക്കുമ്പോഴോ അല്ലെ സമയം കിട്ടുമ്പോഴോ റൗണ്ട് ഫ്ലാറ്റും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. റൗണ്ട് ഫ്ലാറ്റ് ആയതുകൊണ്ട് ഞാനിത് എത്ര എടുക്കുന്നത്, 3.5 ഇഞ്ച് എടുക്കുന്നു. 3.5 ഇഞ്ച്, കൃത്യം 3.5 ഇഞ്ചിൽ ഞാൻ ചെയ്തു. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 4 ഇഞ്ച്. ഇതൊക്കെ ആവറേജാണ്, ഒരുവിധപ്പെട്ട എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന മെഷർമെൻ്റാണ് 4. ഇനിയും ഇച്ചിരി ചെറിയ പിള്ളേരാണെങ്കിൽ, പ്രായം കുറഞ്ഞവരും വണ്ണം കുറഞ്ഞവരും ആണെങ്കിൽ 3.5 എടുക്കാവൂ. ഇത് 3ഉം താഴേക്ക് 3.5 എടുക്കണം, മറന്നു പോലെ.
അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ 2 അളവും ചേർത്ത് ഇങ്ങനെ ഒരു ചതുരം വരച്ചു. നമുക്കതിന് ഇവിടെ നമുക്ക് നെക്ക് വരച്ചെടുക്കാം. നെക്ക് വരയ്ക്കാനായിട്ട് കൈകൊണ്ട് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് കർവ് വെച്ച് വേണമെങ്കിലും വരയ്ക്കാം. ഈ നെക്ക് ഒത്തിരി ഇങ്ങനെ താത്തെടുക്കല് ഒരു കാരണവശാലുവേ, ഒരു സ്വല്പം ഇങ്ങനെ നീക്കി വേണം വരയ്ക്കാൻ. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇങ്ങനെ അങ്ങോട്ട് ഒത്തിരി ഇറക്കരുതേ, ഇങ്ങനെ വേണം അതിൻ്റെ നെക്ക് വരാനായിട്ട്. അപ്പം ഫ്രണ്ട് നെക്ക് നമ്മൾ വരച്ചു. ഇനിയും ഈ റൗണ്ട് കോളറും സാധാ കുർത്തിയും തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങളോർക്കും വലിയ ആനയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആകെ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് ഷോൾഡർ ഫുള്ളായിട്ട് എടുക്കണം, അതാണ് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഷോൾഡർ എടുക്കുന്നതും പിന്നെ ഷോൾഡറിൻ്റെ സ്ലോപ്പും, ഈ രണ്ട് കാര്യത്തിലേ ഉള്ളൂ സത്യത്തിൽ സാധാ കുർത്തിയും ഈ റൗണ്ട് കോളർ കുർത്തിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം എന്താ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ കഴുത്ത് ഇടുങ്ങി ഇത്രയും നമ്മൾ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ആകെ 4 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുള്ളൂ. ബാക്കിൽ നമ്മൾ 1.5 അല്ലെ 3/4 ഇഞ്ച് എടുക്കത്തുള്ളൂ. അപ്പം കഴുത്ത് പുറത്തോട്ട് അകന്നു പോകത്തില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ 1 ഇഞ്ച് കോളറും കൂടെ വരും, 1 അല്ലെങ്കിൽ 3/4 ഇഞ്ച് കോളറും വരും. അപ്പം ഇത് ഇടുങ്ങിയിരിക്കും, അപ്പം നമുക്കിവിടെ പിടുത്തം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ ഷോൾഡർ എടുക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഫുൾ ഷോൾഡർ എനിക്ക് എത്രയാണെന്നറിയാവോ? 8 ഇഞ്ചാണ്. അപ്പം ഞാൻ 8 എന്നുള്ളത് ഒട്ടും കുറയ്ക്കുന്നില്ല. വേണേൽ എനിക്കൊരു പൊടിക്ക് കുറയ്ക്കാം, പക്ഷെ ഞാൻ കുറയ്ക്കുന്നില്ല. 8 ഇഞ്ച് കൊടുത്തു. കാരണം ഏത് കോളർ ചുരിദാർ തയ്ച്ചാലും പുറത്ത് ഒരു ചെറിയ പിടുത്തം ഉണ്ടാകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കണം എന്ന് പറയുന്നത്. അപ്പം ഫുൾ ഷോൾഡർ എത്രയാണ്? 8 എടുത്തു. ആ സെയിം 8 തന്നെ ഞാൻ താഴേക്ക് ആം ഹോൾ ഡെപ്തായിട്ടും ഞാൻ എടുക്കുക 8. അപ്പം ആ 8-ൽ ഞാനൊരു വര വരച്ചു, 8-ൽ വരച്ചു. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, നമുക്ക് ഈ ഇവിടെ നമുക്ക് നല്ല സ്ലോപ്പ് കൊടുക്കണം. എത്ര കൊടുക്കുന്നില്ലെന്ന് പറയുന്ന ആൾക്കാർക്കും നേരെ ആന്തിരിക്കുന്ന പറയുന്ന ആൾക്കാർക്കും റൗണ്ട് കോളർ അല്ലെങ്കിൽ ഏത് കോളർ ചുരിദാർ തയ്ക്കുമ്പോഴും സ്ലോപ്പ് കൊടുത്തിരിക്കണം, മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. നമ്മൾ സാധാ കുർത്തിക്ക് ഞാൻ 1/2 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ എത്ര എടുക്കും? 1 ഇഞ്ച് ഫുൾ കറക്റ്റ് 1 ഇഞ്ച് സ്ലോപ്പ് എടുക്കും. അതിലൊട്ടും കുറയ്ക്കത്തില്ല. നിങ്ങൾക്കത് 3/4 വരെ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുള്ളവരാണെങ്കിൽ 3/4 വരെയെങ്കിലും എടുക്കാം, അല്ലാത്തവർക്ക് 1 ഇഞ്ച് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ 1 ഇഞ്ചിൽ നിന്നും നമ്മുടെ ഈ 3.5-ലേക്ക് നമ്മൾ ആ സ്ലോപ്പ് അടയാളപ്പെടുത്തി കൊടുത്തു. ഇത്രയും പിടി കിട്ടിയല്ലോ. ഒരു കാര്യം കൂടെ പറയാവേ, ഞാൻ കോളർ കുർത്തി തയ്ക്കുമ്പം ബാക്കിലെ പീസ് 1 ഇഞ്ച് കയറ്റിയിട്ട് നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് തുടക്കക്കാർക്കായതുകൊണ്ട് അത്രയൊക്കെ പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അല്ലാതെ നമുക്ക് തയ്ക്കാം, ഞാൻ തയ്ച്ചിട്ട് കാണിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതും ഈ ലൈനും കൂടെ കൂട്ടിച്ചേർക്കുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഫ്രണ്ട് നെക്ക് എടുത്തു, ബാക്ക് നെക്ക് ഞാൻ എടുത്തിട്ടില്ല, ബാക്കിനെ കൂടെ കാണിച്ച കൈപ്പം തന്നെ. ബാക്ക് നെക്ക് 1/2 മുതൽ 1 ഇഞ്ച് വരെ നമുക്ക് താഴ്ത്താം. 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ താഴ്ത്താം. ഞാൻ ഒന്ന് ഫുള്ള് താഴ്ത്തുന്നില്ല, 3/4 ഇഞ്ച്. ഇത് ഒന്നുണ്ടല്ലേ? ഇല്ല, 3/4 ഇഞ്ച് ഞാൻ താഴ്ത്തുന്നുള്ളൂ കേട്ടോ, മറന്നു പോകല്ലേ. എത്ര എടുക്കുന്നത്? 3/4 ഇഞ്ച് എടുത്തു. എന്നിട്ട് നമ്മൾ സാധാരണ ഞാൻ ബാക്കിലെ നെക്ക് വെട്ടാറില്ലായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇവിടെ നോക്കിയേ, ഇങ്ങനെ ചെരിച്ച് വേണം വെട്ടാൻ. കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു വര കിടക്കണം, അല്ലെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കുമ്പം ഏറ്റക്കുറച്ചിലുണ്ടാകും. അപ്പോൾ ബാക്ക് കഴുത്തും കഴിഞ്ഞു, ഫ്രണ്ട് കഴുത്ത് കഴിഞ്ഞു, സ്ലോപ്പ് പറഞ്ഞു, ആം ഹോളിന് വേണ്ടി 8 മൊത്തം എടുത്തു. എന്നിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം, ശരിയാകുമോ നമുക്ക് നോക്കാം അല്ലേ. ഇനി നമുക്ക് അടുത്തത് ഏതാ? ചെസ്റ്റ് റൗണ്ട്. ആരാണ്ട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, ചെസ്റ്റ് റൗണ്ട് ചെരിച്ചു വരച്ചോ എന്നൊക്കെ ചോദിച്ചു. വായി വരുന്നത് ചുമ്മാ പറയുന്നതാണോ അതോ വല്ല ആവശ്യമുള്ള കാര്യമാണോ? ഒരു റൗണ്ടും ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും ഹിപ്പ് റൗണ്ടും ഒന്നും ചെരിച്ചല്ല വരയ്ക്കുന്നത്, നേർരേഖയിൽ വേണം വരയ്ക്കാൻ. അപ്പം ചെസ്റ്റ് റൗണ്ട് വരച്ചു. ഇനി അടുത്ത പണി എന്നാ? നമുക്ക് എത്ര നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ അടയാളപ്പെടുത്താൻ പോവുക. എനിക്ക് 38. എപ്പോഴും ചെസ്റ്റിൻ്റെ കൂടെ എത്ര കൂട്ടണം? 4 ഇഞ്ച്, 42 അല്ലേ. 42-ന്റെ 4 പറഞ്ഞാൽ എത്രയാണ്? 10.5. അപ്പോൾ ഞാൻ ആ 10.5 അടയാളപ്പെടുത്തി. ഇനിയും നമുക്ക് സീം വേണം. സീം 1.5 ഇഞ്ച്. ഇപ്പം നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇച്ചിരൊക്കെ എക്സ്പെർട്ട് ആയവർ എത്ര എടുത്താൽ മതി? 1.5 എടുത്താൽ മതി, അല്ലെങ്കിൽ 2 എടുത്തു. ഇനിയും നമ്മുടെ പണി ഈ വര കാണാമല്ലോ, ഇത് ഫുൾ വെള്ള വരയാണ്. ഞാൻ ഇതിനകത്ത് നീലയോ റോസോ എന്ത് വരച്ചാലും വെള്ള വരച്ചാലും ഇച്ചിരി എടുത്ത് കാണാൻ പറ്റില്ല. ഞാൻ നോക്കിയതാണേ. അപ്പം നോക്കുക, ഈ ലൈനും ഇതിൻ്റെ പകുതി 7-ന്റെ പകുതി 3.5-യും
ഈ പോയിന്റും ഈ പോയിന്റും കൂടെ ചേർത്ത് നമുക്ക് ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ വരയ്ക്കുവാണേ. കണ്ടല്ലോ. അപ്പോൾ ആം ഹോൾ വരച്ചു. നമുക്ക് വേണമെങ്കിൽ ഇത് എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടുന്ന് ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് അളവുണ്ടെന്ന് നോക്കാം. 8.5 ഒരു സ്വല്പം കുറവുണ്ട് എനിക്ക്. അപ്പം എനിക്ക് 8.5 വേണം, മിനിമം 8.5 വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ ആം ഹോൾ അളവുണ്ടോ എന്ന് നോക്കുന്നത്. അല്ലാതെ ആരും ഇത് തന്നെ അതെടുത്തോ എന്നൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല. എല്ലാവർക്കും ചിലപ്പം 38 ചെസ്റ്റ് ഉള്ള ചിലർക്ക് ഈ 8.5 മതിയായിരിക്കും. എനിക്ക് 8.5 പോരാ, എനിക്ക് 8.25 വേണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഈ അളവില്ലേ നമ്മളെടുത്ത ഈ മൊത്തം അളവ് എത്ര? 8 അല്ലേ? 8 എന്നുള്ളതിനെ ഞാനൊരു 8.25 കൂട്ടി വരയ്ക്കുന്നത്. 8.5 എനിക്ക് വേണ്ട, 8.25 ഞാൻ വരയ്ക്കും. ആ വര എക്സ്റ്റെൻഡ് ചെയ്യുന്നു, വരച്ചു. അപ്പം നമ്മുടെ ഈ പോയിന്റും ഈ പോയിന്റും കൂടെ തമ്മിൽ ചേർക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും നമുക്ക് നോക്കാം. നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് 4 ഇഞ്ച് വിട്ടിട്ട് ഇതാണേ, ഇതാണേ. ഇത് കണ്ടോ നിങ്ങൾ? നോക്കിക്കേ. അയ്യോ, ഇത്രയും ഒരു 4 ഇഞ്ച് മിച്ചം വരച്ചപ്പം തന്നെ എത്രയായി നോക്കിയേ? 8.25 ആയി. അപ്പോൾ എനിക്ക് ധാരാളം ഇത് മതി. അപ്പോൾ ഏതായിരിക്കും നമ്മൾ എടുക്കുന്നത്? ഈ രണ്ടാമത്തേതാണ്. അപ്പം വ്യത്യാസം മനസ്സിലായാലോ? ഇവിടെ ഞാൻ 8 എടുത്തെങ്കിൽ ടോട്ടൽ ഞാൻ എത്ര എടുത്തു? 8.25 എടുത്തു. അത് മാറിപ്പോകല്ലേ. അപ്പം നമ്മുടെ ഇവിടുത്തെ വർക്കുകൾ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഷേപ്പ്, നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഇടയ്ക്ക്. ആ ഷേപ്പ് നമുക്ക് പല അളവിൽ ചെയ്യും. ഇത് അന്ന് എന്നോട് ചിലർ പറഞ്ഞു ഷേപ്പും ഹിപ്പും എടുത്തത് കാണാൻ പറ്റിയില്ല എന്ന്. അല്ല, ഞാൻ കാണാൻ പറ്റിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നോ മറ്റോ. എഡിറ്റ് ചെയ്തപ്പം പറ്റിയ അബദ്ധമാണ്. പോട്ടെ, ക്ഷമിക്കുക. എത്രയേറെ വീഡിയോ ഞാൻ നമ്മുടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ളവർ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. 15 ഒരുവിധ ഹൈറ്റ് ഉള്ളവർക്ക് 15 ആ ഷേപ്പ്. എവിടെ തൊട്ട് വേരി ചെയ്യാം? 14, 14.5, 15, 15.5 നല്ല ഹൈറ്റ് ഉള്ളവർക്ക് 15.5 മതി. ഇനി നമ്മൾ ഹിപ്പ് വരയ്ക്കുന്നത് 20.5 അത് 20.5 21 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പം ഈ 2 ലൈനും മാറിപ്പോകരുത്. ഇത് ചെസ്റ്റ് റൗണ്ട്, ഇത് വേസ്റ്റ് റൗണ്ട്, ഇത് ഹിപ്പ് റൗണ്ട്. ഷേപ്പ് എന്ന് പറയുന്നത് 35. 35 എന്ന് പറയുമ്പോൾ 35 2 37. 37 എന്ന് പറയുമ്പോൾ 37 4 എത്ര വരും? 9.25. അപ്പം ഞാൻ 9.25 അടയാളപ്പെടുത്തി. അവിടുന്ന് 1.5 ഇഞ്ച് സീമും അടയാളപ്പെടുത്തി. ഇനി ഹിപ്പ് പ്രത്യേകം ഓർക്കണം. ഹിപ്പിൻ്റെ അളവ് നല്ല വണ്ണമുള്ളവരാണ് തയ്ക്കുന്നെങ്കിൽ ഹിപ്പിന് എക്സ്ട്രാ കൂട്ടിയിട്ട് ചെയ്തോണം കേട്ടോ. ഹിപ്പിന് അവിടെ വയറൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അളവ് കൂടുതൽ എടുത്തിട്ട് ചെയ്തോണം. അല്ലെങ്കിൽ ഈ വയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തെറിച്ച് നിൽക്കും, വൃത്തികേടായിരിക്കും സ്ലിറ്റ്. അപ്പം എനിക്ക് 41 41 2 43. 43ൻ്റെ 4 10.25. 11 കറക്റ്റ് വേണ്ട, 10.25 അടയാളപ്പെടുത്തി. ഇവിടെ എന്നാ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നൊരു സൂത്രം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ? എന്താ? എത്ര എടുക്കണം നമ്മൾ? ഇവിടെ എക്സ്ട്രാ, ഇവിടെ 1.5, ഇവിടെ നമ്മൾ 1.5 എടുത്തു, ഇവിടെ നമ്മൾ 1.5 എടുത്തു. ഇവിടെ എത്ര എടുക്കാവൂ? എന്തെല്ലാം ഉണ്ടെങ്കിലും only 1 ഇഞ്ച് മാത്രമേ നമ്മൾ എടുക്കാവൂ. only 1 ഇഞ്ച്. ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് വരയ്ക്കാം. കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ഹിപ്പ് സ്കെയിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, കഷക്കുഴിയുടെ അവിടെ കഴിഞ്ഞ് ഇവിടെയാണ് ഒരു 10, 9.5, 10, 10.5, 11 ബസ്റ്റ് അളവ്, ബ്രസ്റ്റിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നേരെ ചിലപ്പം വരച്ചാൽ ചിലർക്കത് ചെസ്റ്റും ബസ്റ്റും തമ്മിൽ ഒരു 2 ഇഞ്ചിൽ കൂടുതലുള്ളവർക്ക് ഷേപ്പ് കിട്ടത്തില്ല. ഒരാളെ കമൻറ്റും ചോദിച്ചിരുന്നു, ഞാൻ ചുരിദാർ തയ്ച്ചു കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റിൻ്റെ ഭാഗം പതിഞ്ഞിരിക്കും. അതിൻ്റെ മെയിൻ കാരണം ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവിടും ഈ പോയിന്റും കൂടി ചേർക്കുമ്പോൾ നേർരേഖ വരയ്ക്കുന്നതിന് പകരം ഒരു ചെറിയ ഒരു ഉണ്ടോ, ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കുക. ഇത് നിങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒത്തിരി ഇങ്ങനെയൊന്നും കയറ്റി വരച്ചേക്കല്ലേ, ചെറിയൊരു ഒരു ഷേപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുക. നമ്മുടെ ശരീരം അങ്ങനെയല്ലേ, സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്, ഈ ഒരു ഷേപ്പിലല്ലേ നമ്മുടെ എല്ലാം ബോഡി ഇരിക്കുന്നത്. കണ്ടോ? അപ്പം നിങ്ങൾക്ക് പിടി കിട്ടിയോ? ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് എങ്ങനെയുള്ളവർക്കാണെന്നാണ് പറഞ്ഞേ? ബ്രസ്റ്റിൻ്റെ അളവ് കൂടുതലുള്ളവർക്കാണ് ഈ ഷേപ്പ് നിങ്ങൾ പ്രത്യേകം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പം അപ്പോൾ ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കിയത്? എല്ലാം കൂടെ മൊത്തം 12 ഉണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി ഞാൻ എത്ര എടുക്കുന്നു? 13 എടുക്കുന്നു. അപ്പോൾ 13 മതി. 13 കൂടുതൽ എനിക്കും വൃത്തികേടാം. 13. അപ്പം നമ്മളിനി എന്ത് ചെയ്യണം? ഈ 13
ഈ പോയിന്റും തമ്മിൽ ചേർത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നു. ഇത്രേ ഉള്ളൂ. നമുക്കിനിയും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടാൻ അറിയത്തില്ലാത്തവർക്കുള്ള എളുപ്പമാർഗം പറയാം. നമ്മൾ ഈ മിഡ് പോയിന്റ് കണ്ടില്ലേ, ഇതിൻ്റെ മിഡ് പോയിന്റ്, ഈ മിഡ് പോയിന്റിൽ നിന്ന് നമുക്കൊരു കറക്റ്റ് 1/2 ഇഞ്ച് മാറ്റി നമ്മളൊരു പോയിന്റ് കണ്ടെത്തുന്നു. ഈ മിഡ് പോയിന്റിൽ നിന്ന് കറക്റ്റ് 1/2 ഇഞ്ച്, നിങ്ങൾ നോക്കിയത് കാണാൻ നോക്കി, 1/2 ഇഞ്ച് മാറ്റി വരും. ഇനി നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ഈ സ്ലോപ്പിൻ്റെ ഇവിടെ നിന്ന് ഈ ലൈനിൽ നിന്ന് കണ്ടോ, ഇതിൽ കൂടെ നമ്മളൊരു ലൈൻ കയറ്റി വരയ്ക്കുക. കണ്ടോ, വരച്ചത് കണ്ടോ? അപ്പോൾ ഈ വരയും നമ്മുടെ യഥാർത്ഥ റൗണ്ടും തമ്മിൽ കൂട്ടിച്ചേർത്തില്ലേ? അപ്പം അതിന് നമുക്ക് ഈ മിഡ് പോയിന്റും ഈ പോയിന്റൂടെ ചേർത്ത് മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഹിപ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഇപ്പം നോക്കിയേ, നിങ്ങൾ നോക്കിയേ, കാണാമോ നോക്കിയേ, ഇവിടെ അല്ലേ ഇങ്ങോട്ട് നീങ്ങി വന്ന കണ്ടോ, നീങ്ങി വന്നു. അപ്പം ഞാൻ വരയ്ക്കുവാണേ. കണ്ടോ, കൃത്യമായിട്ട് നമുക്ക് കിട്ടി. കാണാമോ നോക്കി, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലെ ആം ഹോള് നമ്മൾ കയറ്റി വരച്ചതാണേ. ബാക്കിയൊന്നും നമുക്കില്ലല്ലോ. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. 1 ഇഞ്ചിൽ വന്ന് നമ്മൾ ആദ്യം കയറി ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്യരുതേ, അറിയാതെ പോലും ചെയ്യരുത്. കൃത്യമായിട്ട് വെട്ടി ഈ ഷേപ്പിലൂടെ നല്ല കത്രിക വേണം നമുക്ക് തയ്ക്കണമെങ്കിൽ കേട്ടോ, നല്ല കത്രിക. നമ്മളെ മറക്കാതെ ചെയ്യേണ്ട കാര്യം ഏതാണ്, സ്ലിറ്റ് നമ്മൾ ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കണം തിരിച്ചറിയാൻ വേണ്ടി കേട്ടോ. അതുപോലെ ഈ മാർക്കില്ലേ, ഇതറിയാൻ നമുക്കിവിടെ ചെറിയൊരു കട്ട്. ഇതിൽ തുടക്കക്കാരായതുകൊണ്ട് മറന്നു പോകാതെ ഈ പോയിന്റുകളെല്ലാം നമ്മുടെ എല്ലാ പീസിലും ഒന്ന് വരയ്ക്കേക്കാം നമുക്കറിയാൻ വേണ്ടി. അതുപോലെ ഹിപ്പ്, ഈ നമ്മുടെ സ്ലിറ്റിൻ്റെ പൊസിഷനും കൃത്യമായിട്ടും എല്ലായിടത്തും നമ്മൾ അടയാളപ്പെടുത്തണം. രണ്ടും മാറ്റിയില്ല. അതിനായിട്ട് ഞാനിതൊന്ന് സെപ്പറേറ്റ് ചെയ്യട്ടെ. കേട്ടോ, ഫ്രണ്ട് പാർട്ടല്ല ബാക്ക് പാർട്ട് മാറ്റി കിട്ടും. ഇനി നമുക്ക് കിട്ടിയേക്കുന്നേ ഫ്രണ്ട് പാർട്ടല്ലേ. വീണ്ടും നമ്മൾ ഇതിനെ കൃത്യമായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. കണ്ടല്ലോ. ഇനിയും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, വെറും 4 ഇഞ്ച് ഇറക്കമുള്ള കഴുത്തും 3.5 ഇഞ്ച് കഴുത്ത് വിട്ടും ബാക്കിൽ 1/2 ഇഞ്ചും വെച്ച് നമ്മളെ കഴുത്ത് ഇറങ്ങി പോവോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ ഒരു ഓപ്പണിങ് കൊടുക്കണം, നിർബന്ധമായും കൊടുത്തിരിക്കണം. ആ ഓപ്പണിങ്ങിൽ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ കഴുത്ത് ഇറങ്ങത്തുള്ളൂ. ഇനിയും നമുക്ക് ഇത് ഫുൾ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആക്കി ഫുൾ ബട്ടൺസും കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് തയ്ക്കാം. അത് നല്ല ഭംഗിയാണ്. പിന്നീട് ഒരിക്കൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് സാധാരണക്കാർ ചെയ്യാറുള്ള എളുപ്പം മാർഗം ഇതാ. ഏത്? ഫ്രണ്ടിലൊരു 3 ഇഞ്ച് ഓപ്പണിങ് കൊടുത്ത് നമ്മൾ തയ്ച്ചെടുക്കും. അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം കൃത്യം നമ്മൾ ഇവിടെ 4 അല്ലേ നമുക്ക് വന്നിട്ടുള്ളൂ, 4ഉം 3ഉം 7. അപ്പം എനിക്കൊരു 3 ഇഞ്ച് കൃത്യമായിട്ട് 3 ഇഞ്ച് ഉണ്ടെങ്കിലേ കഴുത്തിറങ്ങി പോകുന്നുള്ളൂ. അത് നിങ്ങൾ ഓരോരുത്തരെ വ്യത്യാസമാണ്. അപ്പം നമുക്ക് 3 ഇഞ്ച് ഇറക്കം കൊടുക്കാം. ചിലർ 2.5 ഇഞ്ച്, ചെറിയ ആൾക്കാരാണെങ്കിൽ 2.5 ഇഞ്ച് കൊടുത്താൽ മതി. നല്ല ഇച്ചിരി വലിപ്പമുള്ളവരാണെങ്കിൽ 3.5 കൊടുക്കാം. അപ്പം ഞാൻ എത്രയിലാണ് കൊടുത്തേക്കുന്നത്? 7 ഇഞ്ചിൽ. മൊത്തത്തിൽ 4ഉം 3ഉം 7. അപ്പോൾ ഇവിടെ ഒരു 3 ഇഞ്ചിൽ അടയാളം കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു വി ഷേപ്പ് കൊടുക്കണം. ആ വി ഷേപ്പ് കൊടുക്കാൻ ഏറ്റവും നല്ല ഇവനെ വെച്ചോണ്ട് ഇത് ഇങ്ങനെ കൊടുക്കാം, വി ഷേപ്പ്. അത് ഇങ്ങനെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പകരം നമുക്ക് ചുമ്മാ സ്കെയിലിൽ വരച്ചാലും മതി. അപ്പോൾ ഇവിടെ എത്ര എടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കൃത്യം 1/2 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് എടുത്തേക്കുന്നത്. ഇപ്പം ഞാനിത് കട്ട് ചെയ്യുന്നില്ല. ഞാൻ നമ്മൾ
തയ്ക്കുന്ന സമയത്ത് കട്ട് ചെയ്യാം. അപ്പം നമുക്കിനിയും ഫ്രണ്ട് ആം ഹോളും കൂടെ എടുത്ത് മാറ്റാം. കണ്ടോ? അപ്പം ഇവിടുന്നാണ് വരുന്നത്. ഇത് കണ്ടല്ലോ, ചുരിദാറിൻ്റെ പാർട്ടെല്ലാം നമ്മൾ വെട്ടിക്കഴിഞ്ഞ് നമുക്ക് മിച്ചം ഇത്രയും തുണിയുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ തുണിയുണ്ട് അല്ലേ? നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ ചെയ്യാം? നമുക്ക് സ്ലീവ് വേണം, നെക്കിന് എല്ലാം വേണം. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇത് ഇഷ്ടം പോലെ ഇറക്കത്തിൽ തയ്ക്കാം. എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കി? 14-15 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് തയ്ക്കാം. പക്ഷേ എങ്ങനെ ഇരിക്കും ഇതെല്ലാം ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കിയേ. ലൈൻസ് അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ ബോഡിയുടെ നേരെ ലൈൻ വരികയും കൈക്ക് മാത്രം കുറുകെ വരിക. അതാ ഏറ്റവും എളുപ്പമാർഗ്ഗം വരാം. ഇനി പിന്നുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇങ്ങനെ നോക്കിയാൽ എത്ര വരും നോക്കട്ടെ. വീതി 9 കഷ്ടിച്ചേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ എന്തെങ്കിലും കുറവ് പോകും. നമുക്ക് വേണമെങ്കിൽ ഈ കൈയുടെ 2 കൈയുടെ ഒരു വശത്ത് ഒരു സ്വല്പം നമുക്ക് തുണി ഏച്ച് പിടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ തയ്ക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരുടെയും അല്ല, മെനക്കെടാൻ തയ്യാറാണെങ്കിൽ ഇതാണ് നല്ലത്. കാരണം ലൈനായിട്ട് തന്നെ നമുക്ക് തുണി കിട്ടും. മനസ്സിലാവുന്നുണ്ടോ പറയാം? അല്ലെങ്കിൽ വിലങ്ങനെയായി പോകും. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഇനി എത്ര വീതി വേണം എങ്ങനെ അറിയുന്നത്? 38 ചെസ്റ്റുള്ള എൻ്റെ 38 ഡിവൈഡഡ് ബൈ 4 9.5. അപ്പോൾ 9.5 കൂടെ 1/2 ഇഞ്ച് കൂടെ വേണം. എനിക്ക് 9 ഉള്ളൂ. അപ്പം ഞാനൊരു സ്വല്പം കൂടെ കൂട്ടിയെടുക്കുവാണേ. അപ്പം എൻ്റെ 2 കൈയുടെയും ഒരു വശത്ത് ചെറിയൊരു പീസ് പിടിപ്പിക്കേണ്ടത്. നമുക്ക് ഇഷ്ടംപോലെ തുണി ഉണ്ടല്ലോ, അതൊന്നും പേടിക്കണ്ട. എങ്കിലും കൈ നല്ലത് ഇതായിരിക്കും. അപ്പം ഞാൻ ഇതുണ്ട്, എനിക്കിപ്പോൾ 9.5 ഉള്ളൂ. 9.5 വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. 10 ഉണ്ടെങ്കിൽ ലാവിഷായിട്ട് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ തീരുമാനം ഇഷ്ടംപോലെ എടുത്തു. എത്ര വേണേലും എടുക്കാൻ നിങ്ങൾക്കുണ്ട്. അപ്പം ഞാൻ എന്നും എടുക്കുന്ന പോലെ 14 ഇഞ്ച് 14 ഇറക്കം എടുത്തു. കണ്ടല്ലോ, ഒന്നുകൂടെ ഞാൻ കാണിക്കാം. നമ്മുടെ തുണി ഇങ്ങനെ നമുക്ക് ബോഡി പാർട്ട് വെട്ടിയതിന് ശേഷം കിട്ടുന്ന തുണി സാധാരണ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കും. അതിന് പകരം ഞാൻ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ വീതി നോക്കി, വീതി എത്ര വേണം? 10 വേണം. 10ൽ നമ്മൾ എടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 3.25 ഞാൻ അടയാളപ്പെടുത്തി. അവിടെ ഒരു വര വരച്ചു. ഇറക്കം എടുത്തിരിക്കുന്നത് എത്രയാണെന്ന് അറിയാമോ? 14 ഇഞ്ച്. അത് നിങ്ങൾക്ക് 15, 16, 17 ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം. ഞാൻ 14 എടുത്തു. ഇനി ചെയ്യുന്നത് ഈ പോയിന്റിൽ ഇങ്ങനെ വെച്ചോണ്ട് നമ്മുടെ ആം ഹോൾ റൗണ്ട് എത്രയാണെന്നാ പറഞ്ഞേ? 8.25 മിച്ചമുണ്ട്. 9 ഇല്ല, 8.25 ഉണ്ട്. അപ്പോൾ 9ന്റെ പുറകിൽ ആ 8.25 നമ്മളൊരു പോയിന്റ് കൊടുത്തു. ഇവിടെ നമുക്ക് എത്ര സീം അലവൻസ് മതി? 1.5. അവിടെ 1.5 ഇട്ടേക്കുന്നുണ്ട്, ഇവിടെയും 1.5 മതി. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് വേണ്ടത് 5.5. ഇവിടെയും സീം അലവൻസ് എത്ര മതി? 1.5. ഇനി നമുക്ക് ഈ ഷേപ്പ് വെട്ടുക എന്നുള്ളതാണ്. ഈ 2 ഇഞ്ച് വരെയും ഒന്നും ചെയ്യണ്ട. എന്നിട്ട് നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് ചെറിയ ഒരു സ്ലോപ്പ് കൊടുത്ത്, ഇത് കണ്ടോ, ചെറിയ ഒരു സ്ലോപ്പ് കൊടുത്ത് ഇത് ഇതിലോട്ട് കൊണ്ടുവന്ന് മുട്ടിക്കുക. കണ്ടല്ലോ? ഇനി നമ്മൾ അടുത്തത് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഇവിടവും ഈ തുടങ്ങിയുടെ തമ്മിലുള്ള ആകെ ദൂരം 7 ഇഞ്ചിൻ്റെ പകുതി 3.5 നിന്ന് നമുക്ക് ഒരു 3/4 ഇഞ്ച് കേട്ടോ, അരയല്ല 3/4 ഇഞ്ച് ദൂരത്തിൽ നമ്മളിങ്ങനൊരു പോയിന്റ് ഇട്ടിട്ട് ഇത് നമുക്ക് ഈ 2 എന്നുള്ളത് 1.5 നിന്ന് തന്നെ നമുക്ക് ചെറിയ തോതിൽ ഡൗൺ ചെയ്ത് ഇതിലോട്ട് കൊണ്ട് മുട്ടിച്ച് പതുക്കെ ഇതേ ഷേപ്പിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിക്കുന്നു. സംശയമില്ലല്ലോ? ഇന്ന് നമുക്കിനി കട്ട്. ഇനി 10ൽ കൂടുതൽ ഇറക്കമുള്ള കൈയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഷേപ്പ് സ്കെയിൽ എടുത്തിട്ട് ഈ പോയിന്റും ഈ 5.5 എന്നുള്ള പോയിന്റും തമ്മിൽ ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ? അകത്തോട്ട് നമുക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റുകളെ തമ്മിലും ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? കട്ട് ചെയ്യാം.
ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. നമ്മളെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, നമ്മളിങ്ങനെ വെട്ടി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പാരലായിട്ടല്ല, ഒരു 1/4 ഇഞ്ച് ചെരിച്ച് കളയാനും മറക്കല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് കണ്ടോ, എനിക്ക് ഇവിടെ ഇത്രയും കുറവുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു പീസ് വെച്ച് പിടിപ്പിക്കും. ഇത്രയും കുറവേ ഉള്ളൂ. ഇത് ശരിക്കുള്ള തയ്യൽ ഇത് കണ്ടോ, ശരിക്കുള്ള എൻ്റെ തയ്ച്ചു പോകുന്നത് ഇത് കട്ടിങ്ങിൻ്റെ ഇപ്പുറത്തൂടെ നിവർത്തി ഇട്ടിട്ട് നമ്മൾ ഈ എക്സ്ട്രാ കട്ട് ചെയ്ത് കളയുന്നു. ഇത്രേ ഉള്ളൂ. മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഇത് ഫ്രണ്ട് പാർട്ടാണെന്ന് അറിയാനായിട്ട് ഇവിടെ ഒരു ഇൻഡോ ചിഹ്നം കൂടെ. നമുക്ക് അടുത്തത് കോളറിന് വേണ്ടി കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇത്ര നിങ്ങൾ ആദ്യം ചെയ്ത് പഠിച്ചു വെക്കണേ. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും.